അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ സുഹൈന, ബാംഗ്ലൂരാണ്. സ്വദേശം മലപ്പുറമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സമീറ ഇത്താണോ എന്റെ താഴെ അനിയത്തിയാണോ എന്നറിയില്ല. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് പ്രസംഗിച്ചു. സത്യം പറഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ ഒരാള് പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെയും പ്രസംഗിക്കാൻ പറ്റുമെന്നുള്ളത് അത്ഭുതത്തോടെ ഞാൻ കേട്ടിരുന്നു. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒന്നിങ്ങനെ ഞെട്ടിച്ചു. ആ രീതിയിലാണ് സംസാരിച്ചത്. ഒരു കാരണവശാലും ദഅവ നിർത്തണ്ട, നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കഴിവുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സമീറത്തിന്റെ അത്ര ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ ആമീൻ യാ റബ്ബൽ ആലമീൻ. My beloved sisters, assalamu alaikum warahmatullahi ta'ala wabarakatuh. ചെറുപ്പം മുതലേ ഒരുപാട് സംസാരിക്കുന്നതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് സംസാരിക്കുന്നു, ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നു, സന്ദർഭം നോക്കാതെ സംസാരിക്കുന്നു. അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നു എന്ന് പറയുന്നതിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ്, എസ്പെഷ്യലി ഉമ്മ. അങ്ങനെ അപ്പൊ എനിക്ക് തോന്നി എന്റെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത്, എന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് സംസാരിക്കുന്നതാണ്, ഒരുപാട് സംസാരിക്കുന്നതാണ് എന്ന്. പിന്നെ എന്റെ ഈ ജേർണിയില് എവിടെയോ എനിക്കൊരു സ്പാർക്ക് പോലെ എനിക്ക് തോന്നി. എന്റെ സംസാരത്തിൽ ആർക്കൊക്കെ എന്തോ ഒരു സമാധാനായി എന്നുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. മീൻസ് എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ അവരുടെ എന്തെങ്കിലും വിഷമങ്ങൾ വന്ന് പറയുന്ന സമയത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പോസിറ്റീവ് തോട്ട്സുകൾ പറഞ്ഞ് അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ മനസ്സിലാക്കി സ്പീക്കിംഗ് എന്ന് പറയുന്നത്, സംസാരിക്കുക എന്ന് പറയുന്നത് എന്റെ വീക്ക് പോയിന്റ് അല്ല, എന്റെ ഐക്കോണിക്കൽ സ്കില്ലാണ് എന്ന്. അൽഹംദുലില്ലാഹ് എനിക്ക് എന്റെ കയ്യിൽ ഒരുപാട് തോട്ട്സുകളുണ്ട്. എനിക്ക് സംസാരിക്കണം. എന്റെ സംസാരം മറ്റുള്ളവരിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള വ്യക്തിക്ക് ഒരു വേദി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ നമ്മുടെ രക്ഷിതാവുണ്ടല്ലോ, മാജിക് ഉണ്ടാക്കി തരുന്ന നമ്മുടെ രക്ഷിതാവ്, നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ അതിയായി ഒന്ന് ആഗ്രഹിച്ചാൽ മതി. എനിക്ക് അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് സംസാരിക്കുന്ന സമയത്ത്, അവരുടെ വീഡിയോസ് കേൾക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കും, പഠിച്ചോനെ ഈ തോട്ട്സ് ഒക്കെ എന്റെ മനസ്സിൽ എന്നോ വന്നു പോയ കാര്യമല്ലേ, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം അറിയായിരുന്നല്ലോ, പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഒരു വേദി കിട്ടുന്നില്ല. എനിക്കിങ്ങനെ മുഖം കാണിച്ച് ഒരു വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റൂലല്ലോ റബ്ബേ. പക്ഷെ എനിക്ക് സംസാരിക്കണം, എന്റെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിലിട്ടു. ഞാൻ ആരുമായിട്ട് പങ്കുവെച്ചില്ല. എന്റെ റബ്ബിനോട് പോലും കൈ ഉയർത്തി പ്രാർത്ഥിച്ചില്ല, പഠിച്ചോനെ എനിക്ക് അങ്ങനെ ഒരു വേദി കൊണ്ടാണ്. പക്ഷെ എന്റെ റബ്ബ് എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം നിറവേറ്റി തന്നു. ഇൻഫ്ലുവൻസർ സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു 10-20 ആൾക്കാര്, ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു 10-20 ആൾക്കാരുടെ ഇടയിൽ എന്റെ തോട്ട്സുകളെ, ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കാൻ ഒരു വേദി. അൽഹംദുലില്ലാഹ് ആദ്യമായി ഞാൻ എന്റെ റബ്ബിനോട് ശുക്ർ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് അൽഫമറ. പിന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഉമേറ, പിന്നെ ബഹുമാനപ്പെട്ട മുംതാസ് മാം, താങ്ക്സ് എ ലോട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന്. അല്ലാഹു തആല അതിൽ ഖൈറും ബറക്കത്തും ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. Once again, Assalamu alaikum warahmatullahi ta'ala wabarakatuh. It's me, Suhaina from Bangalore. സ്വദേശം മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്.
ഞാനൊരു ഓൺലൈൻ സ്കൂളിന്റെ ഫൗണ്ടറാണ്. മെന്റോറ ഗ്ലോബൽ ഓൺലൈൻ സ്കൂൾ എന്നാണ് എന്റെ സ്കൂളിന്റെ പേര്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മക്കൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. മക്കൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് എനിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. ഞാൻ പഠിച്ചത് വേറൊരാളിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ടോപ്പിക്ക് തെരഞ്ഞെടുത്തത്. മക്കള് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ അമ്മാനത്ത് അല്ലേ? എന്താണ് അമ്മാനത്ത്? വേറൊരാളുടെ മുതൽ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു തന്ന അമാനത്ത് ആക്ച്വലി നമ്മളുടെ എല്ലാം അള്ളാഹു തന്ന അമാനത്താണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ അമാനത്താണ്. നമ്മളുടെ ആരോഗ്യം, അവയവങ്ങൾ, നാവ്, ഭർത്താവ്, മക്കള്, മാതാപിതാക്കൾ എല്ലാം നമ്മൾ വളരെയധികം കേടുപാട് കൂടാതെ സൂക്ഷ്മയോടെ കൊണ്ട് നടക്കേണ്ട ഒരു അമാനത്താണ്. അതുപോലെ നമ്മുടെ മക്കൾ അമാനത്ത് തന്നെയാണ്. നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? മക്കളെ നന്നാക്കണേ പഠിച്ചോനെ. ഒരു പാരന്റും നമ്മളെ മക്കളെ നീ നന്നാക്കണേ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിക്കാത്തത് ഉണ്ടാവില്ല. എല്ലാ പാരന്റ്സും എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിർബന്ധമായിട്ടും ഈ ഒരു പ്രാർത്ഥന ആയിരിക്കും, എന്റെ മക്കളെ നന്നാക്കണേ പഠിച്ചോനെ. ആക്ച്വലി പ്രാർത്ഥിക്കണം അല്ലെ? എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, നമ്മൾ നമ്മളുടെ മക്കളെ നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വാശിയോടുകൂടി പ്രാർത്ഥിക്കാം. ചെറിയ കുട്ടികള് എനിക്കത് വേണമെന്ന് വാശി പിടിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക. പടച്ചോനെ, എന്റെ മക്കളെ നീ നന്നാക്കണേ റബ്ബേ. ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി എന്റെ മക്കളെ നീ നന്നാക്കണേ പഠിച്ചോനെ എന്ന് പറഞ്ഞ് വാശിയോട് പ്രാർത്ഥിക്കണം എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. പ്രാർത്ഥിച്ചാൽ മതിയോ? നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന ഒരു കാര്യമാണ് താൻ പാതി ദൈവം പാതി അല്ലെ? നമ്മള് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മള് പറയുന്നു. ആരാണ് ഈ നമ്മള്? കോഴ്സ് ദ പാരന്റ്സ് മീൻസ് എസ്പെഷ്യലി ദ മദർ, ഉമ്മ എന്ന് പറയുന്ന നമ്മള് പ്രാർത്ഥിക്കുക എന്ന് മാത്രം മതിയോ? അല്ല. എങ്ങനെ? നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുകയും വേണം. ആക്ച്വലി നമ്മൾ ഉമ്മമാർക്ക് നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം, ഒരു ലൈഫ് ചാർട്ട് വേണം. ജീവിതത്തിൽ നമുക്കൊരു ലൈഫ് ചാർട്ട് വേണം. അതായത് എങ്ങനത്തെ ലൈഫ് ചാർട്ട്? എനിക്കിപ്പോ 3 മക്കളാണ്. എനിക്ക് 3 മക്കളാണ്. ഒരാളെ ഞാൻ ഡോക്ടറാക്കുന്നു, ഒരാളെ ഞാൻ ടീച്ചറാക്കുന്നു, ഒരാളെ ഞാൻ ഹാഫിളാക്കുന്നു. അങ്ങനെയാണോ നമുക്ക് ലൈഫ് ചാർട്ട് വേണ്ടത്? അങ്ങനെയാണോ നമുക്ക് പ്ലാൻ വേണ്ടത്? നോ, നെവർ എവർ. നമുക്ക് വേണ്ടത് നമ്മളെ 3 മക്കളെ സ്വാലിഹീങ്ങളാക്കണം എന്നുള്ള ലൈഫ് ചാർട്ടാണ് വേണ്ടത്, ലൈഫ് പ്ലാൻ ആണ് വേണ്ടത്. നല്ല സ്വഭാവമുള്ള, കൈൻഡ് ആയിട്ട്, പൊലൈറ്റ് ആയിട്ട് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയുന്ന, മൊറാലിറ്റിയെ കട്ടക്ക് ലൈഫിന്റെ ഹാബിറ്റായി കൂട്ടിപ്പിടിച്ച് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ ഉള്ള ഒരു ലൈഫ് ചാർട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കണം. അത് എഴുതിയോ മനസ്സിൽ കണക്ക് കൂട്ടിയോ എങ്ങനെയായാലും, ഞാൻ വീണ്ടും പറയുന്നു, എസ്പെഷ്യലി ഉമ്മമാര് അത് നിർബന്ധമായിട്ടും അങ്ങനെ ഒരു ചാർട്ട് നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടേണ്ടതുണ്ട്. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ശരിയാണ്, ലൈഫ് ചാർട്ട് വേണം, എന്റെ കുട്ടീനെ ഞാൻ ഇങ്ങനെ ആക്കണം, എന്റെ കുട്ടി ഇങ്ങനെ ആവണം. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഫിസിക്കൽ കണക്ഷൻ തുടങ്ങുന്ന അതിന് മുന്നേ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം, പ്രാർത്ഥിക്കണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. പിന്നെ പ്രഗ്നൻസി, ഡെലിവറി, പോസ്റ്റ്മോർട്ടം, അങ്ങനെ ഈ ജേണി മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ജേണിയാണ്. നമ്മൾ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം.
എന്നാൽ എല്ലാ സമയത്തും ഒരേപോലെയാണോ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? നോ. ഓരോ സ്റ്റേജിലും ഓരോ സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കേണ്ടത്. സ്ട്രാറ്റജി, യെസ്. നമ്മുടെ മക്കൾക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള സ്ട്രാറ്റജി പ്ലാൻ ആയിരിക്കണം നമ്മൾ അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതിന്റെ റിസൾട്ട് മേ ബി 1 or 2 ഡേയ്സിന്റെ ഉള്ളിൽ കിട്ടൂല, പക്ഷേ ഒരു ലോങ് ടൈം പീരീഡിന് ശേഷമായിരിക്കും അതിന്റെ റിസൾട്ട് കിട്ടുക. ബട്ട് റിസൾട്ട് ഈസ് വെരി ഓസം. ഉറപ്പായിട്ടും ആളുകള് നിങ്ങളെ നോക്കി പറയും, അത് സുഹൈനന്റെ മക്കളാ. എങ്ങനെ നോക്കി പറയും? അഭിമാനത്തോടു കൂടി നോക്കി പറയും, അത് സുഹൈനന്റെ മക്കളാ, അത് ഫാത്തിമന്റെ മക്കളാ, അത് സമീറിന്റെ മക്കളാ. ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആവണം. അപ്പൊ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പാരന്റ് എന്ത് ചെയ്താലാണ് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു പാരന്റ് ആയി മാറേണ്ടത്? പാരന്റിനെ കുറിച്ച് കുറച്ച് വിവരം വേണം അല്ലെ? മതിയോ? വിവരം മതിയോ? പ്രധാനമായും നമ്മളുടെ ഇസ്ലാമിക്കൽ വ്യൂസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഭാര്യ ഭർത്താവ് ചേരുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്ന ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബി ശൈത്താന ജന്നിബി ശൈത്താന ഫീമാ റസഖ്തന എന്ന് പറയുന്ന ദുആയിലൂടെ നമ്മൾ നമ്മളുടെ സന്താനങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുകയാണ്. അവിടെ നിന്ന് റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ അടുത്തേക്ക് എത്തുന്നതിനിടയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഈ പ്രാർത്ഥനകൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണോ? നമ്മൾ പഠിച്ചിരിക്കണോ? അപ്പൊ ഈ പഠിപ്പില്ലാത്ത, ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത, ഈ എഡ്യൂക്കേഷൻ ഇല്ലാത്ത പാരന്റ് എന്ത് ചെയ്യും? എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? എവിടുന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഒബ്വിയസ്ലി നമ്മൾ തുടങ്ങുന്നത് നമ്മളുടെ ഈ ഒരു പ്രാർത്ഥന മുതലാണ്. അവിടെ നമുക്ക് അറിയില്ല, അള്ളാഹു ജന്നിബി ശൈത്താന ഫീമാ റസഖ്തന എന്ന് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് നമ്മളുടെ റബ്ബിനോട് ഉള്ളു തട്ടി പ്രാർത്ഥിക്കാൻ, പടച്ചോനെ ഈ ബന്ധത്തിൽ ഉണ്ടാവുന്ന എന്റെ കുഞ്ഞിനെ നീ ആൺ ശൈത്താനിൽ നിന്നും പെൺ ശൈത്താനിൽ നിന്നും കാത്തുകൊള്ളണേ പടച്ചോനെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, പടച്ചോനെ ഇതിൽ നിന്നുണ്ടാവുന്ന എന്റെ മക്കളെ നീ നന്നാക്കണേ പടച്ചോനെ. ഉള്ളു തട്ടി പ്രാർത്ഥിക്കാം. ഇവിടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ പ്രാർത്ഥന അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇപ്പത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം നമ്മളുടെ പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉമ്മമാർക്ക് ഉണ്ടായിരുന്നോ? എന്നിട്ട് ആ ജനറേഷനിൽ നല്ല മക്കൾ ഉണ്ടായിട്ടില്ലേ? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? അറിവില്ലാത്തതുകൊണ്ടാണോ? അല്ല, അവർക്ക് നിഷ്കളങ്കമായ മനസ്സുണ്ടായിരുന്നു, നിഷ്കളങ്കമായി സ്നേഹിക്കാൻ അറിയായിരുന്നു, നിഷ്കളങ്കമായി അവരുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് അറിയായിരുന്നു. വേറെ എവിടേക്കും പോണ്ട. ഞാൻ എന്റെ ഉമ്മച്ചിന്റെ കഥ പറയാം. എന്റെ ഉമ്മച്ചിന്റെ പേര് സഫിയ എന്ന. എന്റെ ഉമ്മച്ചി 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അതും മദ്രസയിൽ. എന്റെ ഉമ്മച്ചിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്റെ ഉമ്മച്ചി എപ്പോഴും പറയും, ഞാൻ സ്കൂളിന്റെ തൂണ് കണ്ടിട്ടില്ലേ മക്കളെ, സ്കൂളിന്റെ തൂണ് എന്താന്ന് ഉമ്മച്ചിക്ക് അറിയില്ല. പക്ഷെ എന്റെ ഉമ്മച്ചിയും വളർത്തി 4 മക്കളെ, മൂത്തത് ഞാനാണ്. അൽഹംദുലില്ലാ, വളരെയധികം ബഹുമാനത്തോടും വളരെയധികം പ്രൗഢോടുകൂടി എനിക്ക് പറയാൻ പറ്റും, എന്റെ ഉമ്മച്ചി ഞങ്ങളെ 4 പേരും വളർത്തിയത് മനുഷ്യന്റെ മൂല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണെന്ന്. എന്റെ ഉമ്മച്ചി നമ്മൾ 4 പേരെയും ഡോക്ടറോ ടീച്ചറോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനത്തൊന്നും ആക്കിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഓരോ മനുഷ്യന്റെ മൂല്യങ്ങൾ എങ്ങനെയാണെന്ന് എന്റെ ഉമ്മച്ചി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളെ 4 പേര് മക്കള് ചെറുപ്പത്തിൽ അടി കൂടുന്ന സമയത്ത് വടിയെടുത്ത് അടിച്ച് പൊട്ടിച്ച് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കി, എന്തിനാണ് നിങ്ങൾ തല്ലുണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് അല്ലായിരുന്നു നമ്മളുടെ ഉമ്മച്ചി നമ്മളെ സമീപിച്ചിരുന്നത്. ഞാൻ പോയി പരാതി പറയുമ്പോ എന്റെ ഉമ്മച്ചി എന്നോട് പറയും, അതെന്റെ അനിയത്തിയല്ലടാ, അതെന്റെ അഞ്ജനല്ലേ, സാരില്ലേ പോട്ടെ എന്ന് പറയും. അനിയത്തി ചെന്ന് ഇത്താത്ത ഇങ്ങനെ കാട്ടിന്ന് പറയുമ്പോ പറയും, അന്റെ ഇത്താത്തല്ലേ, പോട്ടെ സാരില്ല. എനിക്കിന്ന് വയസ്സ് 34. ഇപ്പോഴും നമ്മുടെ സംസാരത്തില് അല്ലെങ്കിൽ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പരസ്പരം ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പിണങ്ങും. സ്വാഭാവികമായിട്ടും മനുഷ്യരാണ്, നമുക്ക് ഈഗോ ക്ലാഷ് വരും, അല്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത് അവർ അംഗീകരിക്കാത്തത്, അങ്ങനെയുള്ള ക്ലാഷുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തോന്നും,
ഓ, അനിത്യാണ്, അനിയനാണ്, ഞാൻ എത്താത്തല്ലേ, എന്നിട്ട് എന്താ അവർക്ക് ഒന്നും ഇതാക്കാത്തെ? പക്ഷേ ഒരു ഒരു ടൈം, ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 1 or 2 days ശേഷം നമുക്ക് കത്തും ഇങ്ങനെ, ഉമ്മച്ചി പറഞ്ഞത് അതെന്റെ അനിത്യ മോളെ, അതെന്റെ അഞ്ജന മോളെ എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നും, പഠിച്ചോനെ, എന്റെ അനിയത്തിയല്ലേ, സാരില്ലേ പോട്ടെ, എന്റെ അനിയനല്ലേ, സാരില്ലേ പോട്ടെ. അങ്ങനെ തുടങ്ങണം നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ച് തുടങ്ങണം. ഞാനിത് നിങ്ങളോട് പറയുന്നതിന്റെ ഒപ്പരം ഞാൻ എന്നോടും കൂടി ഞാൻ പറയാണ്. ആദ്യമായി ഞാൻ എന്നെ ഉണർത്തുകയാണ്, എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു മാതാവിന് മക്കളെ നന്നാക്കാൻ ഒരുപാട് വിദ്യാഭ്യാസമോ അറിവോ ആവശ്യമില്ല. മനുഷ്യന്റെ മൂല്യങ്ങളെ തന്റെ പ്രവൃത്തിയിലൂടെയും പറഞ്ഞു പഠിപ്പിക്കുക, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പ്രധാനമായും നിഷ്കളങ്കമായി അവരെ സ്നേഹിക്കുക, അവരെ കൂട്ടിപ്പിടിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ തന്നെ അവർക്ക് എങ്ങനെ മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ പാരന്റ്സ് നിഷ്കളങ്കമായി സ്നേഹിക്കാൻ അറിയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഞാനൊരു സ്കൂളിന്റെ ഫൗണ്ടർ ആയതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നത് കണക്ക് കൂട്ടിയാണ് സ്നേഹിക്കുന്നത്. സ്നേഹം പറയുന്നത് പോലും കണക്ക് കൂട്ടിയിട്ടാ പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, A+ കിട്ടാത്ത കുട്ടി ആ കുട്ടീനെ ഒരു ചവിട്ടിത്തേക്കല. A+ ആണോ ജീവിതം? പണ്ട് കാലത്ത് ഉമ്മമാരുടെ ധ്വനി ഇങ്ങനെയായിരുന്നു. അവരുടെ മക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയും, നിങ്ങൾ കുഞ്ഞോനൊന്ന് നോക്കണേ, കുഞ്ഞോൻക്ക് അതിനൊന്നും കഴിയൂല, ഓനങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഓനെ ആലോചിക്കുമ്പോഴാ എനിക്ക് ഭയങ്കര ടെൻഷന്, മക്കളെ ഓനൊന്നും നോക്കണേ, അല്ലേ? മക്കള് കഴിവുള്ളവൻ, കഴിവില്ലാത്തവൻ, കറുത്തവൻ, വെളുത്തവൻ അങ്ങനെയൊന്നുമില്ല. മക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. എല്ലാം മക്കള് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. ഒരു അനുഭവം പറയാം. ഞാൻ പറഞ്ഞ ഒരു ഓൺലൈൻ സ്കൂളിന്റെ ഫൗണ്ടറാണ്. ഒരിക്കലും ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ, ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മാത്സിന്റെ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു, മാത്സ് പഠിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കുട്ടികൾ ഉത്തരം പറയുന്നുണ്ട്. ഒരു കുട്ടി ഉത്തരം പറഞ്ഞു. കുട്ടി ഉത്തരം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അത് തെറ്റിപ്പോയി. ഇത്രയും പബ്ലിക്കിന്റെ മുന്നില് ആ കുട്ടീന്റെ ഉമ്മ തൊട്ടടുത്തുണ്ടായിരുന്നു. ഉമ്മയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഉമ്മയാണ്. ഉമ്മ സ്പോട്ടിൽ കുട്ടീന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. 2-3 മിനിറ്റിന് കുട്ടീന്റെ ക്യാമറ ഓഫായിരുന്നു, മൈക്ക് ഓഫായിരുന്നു. പിന്നെ ക്ലാസ് മൊത്തം സ്റ്റക്കായി. ക്ലാസ്സിലുള്ള ടീച്ചർക്കും കുട്ടികൾക്കും എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് പോലും അവർക്ക് മനസ്സിലാവാതായി. ടീച്ചർ പെട്ടെന്ന് ക്ലാസ് ലീവ് ചെയ്തു. എന്നോട് പറഞ്ഞു, സുന മാം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് പിന്നെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നു, ആ കുട്ടി ആ സമയത്ത് എന്തായിരിക്കും ആ കുട്ടിന്റെ ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ കൂടെ പഠിക്കുന്ന അവരുടെ ക്ലാസ്മേറ്റ്സ്, അവരുടെ ടീച്ചേഴ്സിന്റെ മുന്നിൽ വെച്ചിട്ട് ഈ ഉമ്മ ആൻസർ പറഞ്ഞത് തെറ്റിയതിന്റെ പേരിൽ മുഖത്ത് ആഞ്ഞടിക്കുക. മേ ബി നമ്മളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവൂലേ എങ്ങനെ? പക്ഷെ നമ്മൾ ആ സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള അപ്പത്തെ ആ ഒരു ഇമോഷനിൽ നമ്മൾ ചെയ്തു പോകുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ ആ ഒരൊറ്റ സംഭവം മതിയാവും നമ്മുടെ മക്കളുടെ ലൈഫിന്റെ ടേൺ തന്നെ മാറ്റിമറിക്കാൻ. അവരുടെ ആ യാത്ര, അവരുടെ ഈ ജേർണിയിൽ തന്നെ അവർ വേറെ സ്പ്ലിറ്റ് ആയിട്ട് പോവാൻ ആ ഒരൊറ്റ യാത്ര മതി. ഈ ഒരൊറ്റ സംഭവമാണ് എസ്പെഷ്യലി ഞാൻ ഇന്ന് മക്കൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കാൻ തന്നെ കാരണം. ഞാൻ കാണുന്നുണ്ട് പാരന്റ്സിന്റെ ഫ്രസ്ട്രേഷൻ. പാരന്റ്സ് അവളെ നോക്ക്, ഇവളെ നോക്ക്, ഓള് നോക്ക്, എങ്ങനെ പഠിക്കുന്നോള്, പഠിച്ചവന്റെ അനുഗ്രഹങ്ങളാണ്. എങ്ങനെയാണെങ്കിലും അത് അള്ളാഹുവിന്റെ. എത്രയോ നമ്മുടെ കൂട്ടത്തിൽ ഈ അനുഗ്രഹം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടാവും. അവർക്ക് അള്ളാഹു വേറെ അനുഗ്രഹം മാറ്റി വെച്ചിട്ടുണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാലും ദുനിയാവിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ മക്കളെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ആക്ഷേപിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരവസ്ഥ വളരെ പരിതാപകരാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കള് നാളെ എന്തായി തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്നതിൽ ഉമ്മമാരുടെ പങ്ക് വളരെ വലുതാണ്. കഴിവില്ലാത്ത കുട്ടീനെ ഇകഴ്ത്താതെ അവനെ ചേർത്ത് പിടിച്ച് വേണ്ട രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടത് നമ്മൾ പാരന്റ്സ് ആണ്, എസ്പെഷ്യലി ദ മദർ.
തീർച്ചയായും അതിന്റെ കൂടെ ഡീപ്പായിട്ടുള്ള പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി വേണം, നമ്മൾ നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എന്റെ ഒരു അനുഭവം പറയാം, എന്റെ കുഞ്ഞിന്റെ ഒരു അനുഭവം പറയാം. ഞാനും എന്റെ മോനും, രണ്ടാമത്തെ ആള് വയസ്സ് 9 ഉള്ളൂ. രാവിലെ, ബാംഗ്ലൂരാണ് ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലം. രാവിലെ നല്ല തണുപ്പാണ്. ഏത് കാലത്തും, സമ്മർ സീസണിലും വിന്റർ സീസണിലും ഏത് സമയത്തും രാവിലെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ കുട്ടികൾക്ക് ഇവിടെ ഗീസർ ഉണ്ട്, ചുടുവെള്ളം ഉണ്ട്, എല്ലാം സെറ്റപ്പ് ഉണ്ട്. പക്ഷേ രാവിലെ കുളിക്കാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എല്ലാ ദിവസവും രാത്രി വന്നിട്ട് ഹസ്ബൻഡിന്റെ വക മക്കൾ കുളിക്കാതെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നതിന്റെ പേരിൽ ഞാൻ പഴി കേൾക്കേണ്ടി വരും എപ്പോഴും, എല്ലാ ദിവസങ്ങളും. ഞാൻ മക്കളെ നിർബന്ധിക്കാറില്ല, വന്നതിന് ശേഷം കുളിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ നിർബന്ധിക്കാറില്ല. പക്ഷെ ഹസ്ബൻഡിന് നിർബന്ധമായിരുന്നു കുളിച്ചിട്ട് സ്കൂളിലേക്ക് പോകണം, എന്നാ അവർക്ക് ഉന്മേഷം ഉണ്ടാവും, പഠിക്കാൻ ഉറക്ക് തൂങ്ങിയിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടാവൂല. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. കേരളത്തിൽ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നമ്മളെ നാട്ടിൽ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടില്ല, എല്ലാവരും കുളിച്ചിട്ട് പോകും, മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ നമുക്ക് തന്നെ കോസി ആയിട്ട് ബെഡിന്മേൽ കിടക്കാൻ തോന്നുന്ന ഒരു ഫീലിംഗ് വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ് ആണ് ഇവിടെ. അപ്പൊ മക്കളെ പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഞാനും പറയും വേണ്ട, കുഴപ്പമില്ല, കുളിക്കാതെ പോയിച്ചിട്ട് കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വിടും. ഒരു ദിവസം ഹസ്ബൻഡും ഞാനും തമ്മിൽ നല്ല രീതിയിൽ വാക്ക് തർക്കമുണ്ടായി, കുളിക്കാതെ പറഞ്ഞേക്കുന്നതിന്. ഹസ്ബൻഡിന്റെ വിചാരം ഞാൻ അതിനെ കൂടുതൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എന്നാണ്. അങ്ങനെ എനിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു പ്രഷർ നല്ലോണ്ടായിരുന്നു. ഒരു ദിവസം കുളിക്കാൻ വിളിച്ചു, മോനെ വിളിച്ചുണർത്തി, ബ്രഷ് ചെയ്തു. അവന് പിന്നെ യൂണിഫോം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നോ, കുളിക്കണം, കുളിക്കാതെ പോകാൻ പറ്റൂല, ഇത് നിർബന്ധമാണ്. കാരണം മക്കള് കാരണം ഉമ്മച്ചി കേൾക്കേണ്ടി വരികയാണ്, അതുകൊണ്ട് കുളിച്ചേ പോയേ പറ്റൂ. ഇവന് വാശി, അവൻ ഈ നമ്മള് പണ്ട് ഉമ്മാര് പറയും പെരുവരലിൽ നിന്ന് വാശി പിടിക്കുന്ന പോലെ അവൻ വാശി പിടിച്ചു, ഞാൻ ഇന്ന് കുളിക്കൂല. എനിക്കും വാശിയായി, ഞാൻ ഇന്ന് കുളിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന്. അങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞാൽ പൊതിരെ ഞാൻ തല്ലി. എനിക്ക് വളരെയധികം ആ ഒരു പാരന്റ് എന്നുള്ള നിലയിലും ഒരു സ്കൂളിന്റെ ഓൺട്രപ്രണർ എന്നുള്ള നിലയിലും എനിക്ക് തല താഴ്ത്തി അത്രയും എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അത്രയും മോശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ തല്ലി, എന്റെ മോനെ നല്ല തല്ലി. എത്രത്തോളം എന്ന് പറഞ്ഞാല് മുഖത്തും ചെവിയിലും കഴുത്തിലും ഒക്കെ അവനക്ക് അടയാളം വീണു, അടിച്ച അടയാളം വീണു. എന്നിട്ട് അവൻ കുളിച്ചില്ല, അവന് മാറ്റി യൂണിഫോം മാറ്റിപ്പോയി. ആ ദിവസം മുഴുവൻ ഞാൻ എന്റെ കുട്ടിയെ അടിച്ചതിനെ കുറിച്ച് ആലോചിച്ച് വളരെയധികം ഗിൽറ്റ് ഫീലായി, കരഞ്ഞു. ഭയങ്കര ഫീലായി. എങ്ങനെയെങ്കിലും എന്റെ കുട്ടി ഒന്ന് സ്കൂൾ വിട്ട് എന്റെ അടുത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ സ്കൂളിൽ എന്റെ കുട്ടീനെ, എനിക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഒരു വീർപ്പുമുട്ടലാണ്. ഞാൻ എന്റെ കുട്ടീനെ പിക്ക് ചെയ്യാൻ പോയി, ഞാൻ എന്റെ കുട്ടീനെ കൂട്ടി കൊണ്ടുവന്നു. അപ്പോ മുഖത്തൊക്കെ അടയാളമുണ്ട്. അവന് രാവിലെ പോകുന്ന സമയത്ത് ഈ അടയാളം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോ എന്നോട് സ്കൂട്ടിയിലാണ് പോകുന്ന, വണ്ടിമ കയറിയപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു മുഖത്ത് അടയാളമായിട്ടുണ്ടല്ലോ, സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചോന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മച്ചി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ച് ഇത് എന്തായത്, എന്റെ അമ്മച്ചി അടിച്ചല്ലേ, എന്റെ അമ്മച്ചി അടിച്ചല്ലേ എന്ന് എന്നോട് ചോദിച്ച്. പക്ഷെ ഞാൻ അമ്മച്ചിയുടെ പേര് പറഞ്ഞു കൊടുത്തില്ല അമ്മച്ചേ. എത്ര എന്റെ ഡീപ്പ് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തില്ല അമ്മച്ചേ. ഞാൻ എന്താ പറഞ്ഞത് അറിയോ, ഒരു പെങ്ങളുണ്ട്, അവള് കാട്ടിയതാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഞാൻ എന്റെ സകലതും മറന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എന്റെ കുട്ടിക്കുള്ള ബുദ്ധി പോലും എനിക്ക് തോന്നിയില്ലല്ലോ. ഞാൻ ഷെയിം ഓൺ മീ, അത്രയും ഞാൻ കരഞ്ഞു. എന്റെ കുട്ടി ഒരു സദസ്സിൽ എന്നെ വിട്ടുകൊടുത്തില്ല, എന്റെ ഉമ്മച്ചിയാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തില്ല. പിന്നെ ഞാൻ ഒരു കുമ്പസാരമായിരുന്നു എന്റെ ഹസ്ബൻഡിനും എന്റെ മക്കളെ മുന്നിലും വെച്ചിട്ട്. മക്കള് നമ്മൾ എങ്ങനെയാണോ വളർത്തുന്നത് ആ രീതിയിലേക്ക് അവരെത്തും എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അവരെന്റെ കണ്ണ് തുറന്ന് കാണിച്ചു. എന്താ കുളിച്ചിട്ട് പോയില്ല എന്ന് വിചാരിച്ചിട്ട് എന്താണ് നടക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കില്ല. ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അന്നത്തെ ദിവസം ഒന്നും സംഭവിക്കില്ല. സാധാരണ ദിവസമായിട്ട് തന്നെ പോവുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി, എന്റെ മോൻ മനസ്സിലാക്കി തന്നു. ചില സമയങ്ങളിൽ നമ്മളുടെ മക്കള് നമുക്ക് ടീച്ചർ ആവാറുണ്ട്. നമ്മൾ എത്ര പഠിച്ചിട്ടും നമ്മൾ എത്ര സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ടും കാര്യമില്ല, നമ്മളുടെ മക്കള് ചില സമയത്ത് നമ്മളെ പഠിപ്പിച്ചു തരും. അങ്ങനെ ഒരു പാഠം എന്റെ മോൻ എന്നെ പഠിപ്പിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു ഉമ്മയായി ജീവിക്കാൻ
മേ ബി ചില ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് 153 ആൾക്കാർ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. മേ ബി എല്ലാവരും കല്യാണം കഴിഞ്ഞവരുണ്ടാവാം, കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ടാവാം, കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവാം. എന്തായാലും സമയം കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ മക്കളെ നമ്മൾ എങ്ങനെ ചേർത്ത് പിടിക്കാൻ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ള സമയവും ബാക്കിയുണ്ട്. സോ എല്ലാരും നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് അവരെ മേ ബി ഈ ഒരു സമയത്ത് ഒരു 10ാം ക്ലാസ് വരെ ചിലപ്പോ അവര് ഒന്നും പഠിച്ചിട്ടുണ്ടാവൂല, എല്ലാത്തിലും തോറ്റിട്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിലും മാർക്ക് കുറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു കഴിവുണ്ടാവൂല. പക്ഷേ ഒരു സമയം വരും, അവരുടെ ഒരു സമയം വരും. ഇന്ന മഅൽ യുസ്ര എന്ന് പറഞ്ഞ പോലെ ഒരു താഴ്ചക്കൊരു ഉയർച്ചയും ഒരു ഉയർച്ചക്കൊരു താഴ്ചയും തീർച്ചയായിട്ടുണ്ട്. അള്ളാഹു തന്ന വാഗ്ദാനമാണത്, അള്ളാഹു പറഞ്ഞ കാര്യമാണത്. തീർച്ചയായും നമ്മുടെ മക്കളുടെ ഒരു അവസരം വരും ഒരു ഉയർച്ചയിൽ. അതുവരെ നമ്മൾ ക്ഷമയോടെ അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മക്കളാക്കി നമ്മളുടെ മക്കളെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.